ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ പേരൊന്നും ചോദിക്കില്ലേ, പേരറിയില്ല. പിന്നെ ഏട്ടൻ തന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു കുടം പോലെ വെള്ളം അതിൽ വന്നിട്ട് മോട്ടോർ ഫിറ്റ് ചെയ്യണം. മോട്ടോർ ഫിറ്റ് ചെയ്യണം. അപ്പൊ വെള്ളം ഉണ്ടോ അതിനകത്ത്? ഇല്ലില്ല, നമ്മൾ നിറയ്ക്കണമല്ലോ. അത് വേറെ വെക്കണം. അതന്നെ ഇതേ കൂടെ നിറയ്ക്കണം. എന്നിട്ട് മോട്ടോർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതേ കൂടെ വന്നിട്ട് ഇതിന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഇത് ഇങ്ങനെ പോകും. ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ എന്തായാലും ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു തന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു അകത്തൊരു ട്യൂബ് പോലെയൊക്കെ ഉണ്ട്, കണ്ടോ? കാണാത്തവരൊക്കെ കണ്ടോളൂ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ? എനിക്കിതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു രാജ്യത്തെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഷേപ്പാണ്. ഒരു പെണ്ണല്ലേ കേട്ടോ അത്? ഒരു പെണ്ണ്. അത് കാതിൽ കമ്മലൊക്കെ ഇട്ട് കഴുത്തിൽ റിങ്ങൊക്കെ ഇട്ട് നിപ്പുണ്ട്. കയ്യിലൊരു പാത്രമുണ്ട്. പാത്രമല്ലേ? അപ്പം അവർക്കൊരു വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ അതൊരു രാജ്യത്തെ ഒരു വിശ്വാസമാണ്. അതായത് ഒരു ജീവിയുണ്ട് അവിടെ. ആ ജീവി വന്നിങ്ങനെ കഴുത്തിൽ കടിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അപ്പം അത് അങ്ങനെ കടിക്കാതിരിക്കാൻ ശരിക്കുള്ള കാര്യമാണല്ലേ? അപ്പം അവർ അങ്ങനെ കടിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞുനാൾ മുതൽ അവർ റിങ്ങിട്ട് വെക്കും. കുഞ്ഞിൻ്റെ കഴുത്ത് വളരുന്നതനുസരിച്ച്, അത് വണ്ണം കൂടുന്നതനുസരിച്ച് റിങ്ങിൻ്റെ എണ്ണം കൂട്ടി അങ്ങനെ കഴുത്തിന്റെ നീളം കൂടും. ഈ കഥയെക്കുറിച്ച് ആർക്കെങ്കിലും ഒക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ എട്ടൂസിനെ കൊണ്ട് കുറേ വീഡിയോസ് എടുപ്പിക്കുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ അങ്ങനെ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ശ്യാമേട്ടൻ്റെ സ്മിതകുട്ടി എന്ന ചാനലിൽ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മളിതൊക്കെ അങ്ങ് എടുക്കുകയാണേ. ഓക്കെ.